ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വിഷു ദിനത്തിൽ ഉണ്ടായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ സ്വാഭാവികമായിട്ടും എല്ലാവരും കാണുന്ന പോലെ ഞങ്ങൾ കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊന്നപ്പൂ പ്രാവശ്യം കിട്ടിയിട്ടോ, കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ തലേ ദിവസം വൈകുന്നേരം പോയപ്പോഴേക്കും കൊന്നപ്പൂവൊക്കെ കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇപ്രാവശ്യം നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല പഴുത്ത ചക്കയൊക്കെ കിട്ടിയായിരുന്നു പ്രാവശ്യം. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് കണിയൊക്കെ കാണിച്ചു കൊടുത്തു. അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, നമ്മൾ കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിലും എന്താണ്, എങ്ങനെയാണ് വിഷു, എന്താണ് ഓണം, എന്താണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കണിയൊക്കെ വെച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു, അവർക്ക് കൈനീട്ടം കൊടുത്തു. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടല്ലോ, അവിടെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ തൊഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ അമ്പലത്തിൽ വെച്ച കണിയുടെ കാഴ്ചകളാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചതാ വീട്ടിലേക്ക് വന്നിട്ട് രാവിലത്തെ പണി തന്നെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദോശ ഉണ്ടാക്കണം. അപ്പോൾ ദോശയുടെ കൂടെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാർ വെക്കുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് രാവിലെ തന്നെ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ആവുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണേ എളുപ്പം പണിയായിട്ട് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. കൂടെ ഉള്ളിച്ചമ്മന്തിയും നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സാമ്പാറിനുള്ള എന്താ പറയുക തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ കൂടെ ഞാൻ അവിയലിലേക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അധികം സെലിബ്രേറ്റ് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ താഴത്തെ 2 മക്കളെ കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ഇത് സാമ്പാറിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. മിട്ടുവിൻ്റെ അടുത്ത് ഞാൻ മുണ്ട് കൊടുത്തിട്ട് ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവനത് മുണ്ട് നീളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെ അവിടെ ഊരിയിട്ടു കേട്ടോ. അപ്പോൾ ഇത് ഇല മിന്നുവിന് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നതാണ്. അവൾക്ക് ഇലയിൽ ഊണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളരിക്ക ഉണ്ടല്ലോ, കണി വെച്ച് വെള്ളരിക്ക, അതിനി വേസ്റ്റായി പോകണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ അതുപോലെ അവിയലിക്കുള്ള കഷ്ണങ്ങളൊക്കെ കുറച്ച് കഷ്ണങ്ങളുണ്ടായിരുന്നു, അതെല്ലാം അരിഞ്ഞെടുത്ത് അവിയലുണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു. അപ്പോഴേക്ക് സാമ്പാറായി. കുട്ടികൾക്ക് ദോശയും സാമ്പാറും കൊടുത്തു. അങ്ങനെ ദോശയും സാമ്പാറൊക്കെ അവർ കഴിച്ചു കേട്ടോ. ഏട്ടന് ഞാനൊക്കെ നേരത്തെ കഴിച്ചായിരുന്നേ. അപ്പോൾ ഞാൻ അവിയലിക്ക് വേണ്ടിയിട്ട് നാളികേരവും കുറച്ച് ജീരകം, പച്ചമുളക്, തൈര് കൂട്ടിയിട്ടൊന്ന് ചതച്ചെടുത്തായിരുന്നു കേട്ടോ. അതിൻ്റെ കഷ്ണങ്ങൾ വെന്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത്. ഇതെല്ലാം പാലക്കാടൻ അവിയൽ കേട്ടോ. ഇത് തൃശ്ശൂർ സ്റ്റൈലാണ്. ഇനി അടുത്തത് വെള്ളരിക്ക കുട്ടി പീസായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് കടുക്, കുറച്ച് ജീരകം, പച്ചമുളക്, തൈര് കൂട്ടി അരച്ചിട്ട് അതൊഴിച്ച് അത് പായസം പാലടയാണ് കേട്ടോ ഞാൻ വെച്ചത്. പാലട അത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മിന്നുവിന് ഓലം വേണമെന്ന് പറഞ്ഞു. ഓലം വെക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ഓലൻ, വെള്ളപ്പയറും മത്തങ്ങയൊക്കെ പച്ചമുളകൊക്കെ കീറി ഒരു ഓലൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടിയിട്ട് ഒരു തോരനും ഉണ്ടാക്കി കേട്ടോ. ഇതൊക്കെ ലാസ്റ്റ് വന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും കുഞ്ഞുങ്ങളെ കഴിക്കാൻ വിളിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് സന്തോഷമാവില്ലേ പറഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ ഗൈസ് വ്ളോഗ്. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക്